ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് കണ്ടില്ലേ കൈക്ക്? ഞാനൊന്ന് വീണതാ സ്കൂട്ടീൻ്റെ പൊക്കത്തുനിന്ന്. സ്കൂട്ടീൻ്റെ അവസ്ഥ കാണണ്ടേ? വായോ. സ്കൂട്ടീൻ്റെ അവസ്ഥ കണ്ടോ? സ്കൂട്ടീൻ്റെ ഇതിപ്പോൾ അഴിച്ചു വെച്ചതാട്ടോ. ഇതിങ്ങനെ ഫുള്ള് ഇളകിപ്പോയിട്ട് ഇത് അഴിച്ചു വെച്ചാൽ ഇവിടുത്തെ ഒരു സാധനം ഇങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ട് അതവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇളകി കളിക്കുക. അപ്പോൾ അത് എന്തോ വെൽഡ് ചെയ്യണം. അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇവിടേക്ക് ഇങ്ങനെ സ്ക്രാച്ചായി, ഇവിടെയൊക്കെ എന്തോ ആയി പൊട്ടി. പിന്നില്ലേ, ഇതെങ്ങനെ വീണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടി അല്ല കേട്ടോ ആദ്യം വീണേ, ഞാനാണ് ആദ്യം വീണേ. ഇതിൻ്റെ പൊക്കത്തോടെ ഇങ്ങനെ ആദ്യം ഞാനാണ് വീണത് കേട്ടോ. ഇനിയിപ്പോൾ വീണ സ്ഥലവും കൂടെ കാണിച്ചു തരാം. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, പോയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീടിൻ്റെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് അവിടേക്ക് വീണ സ്ഥലത്തേക്കൊന്ന് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിറച്ചും ഇങ്ങനെ ചരലാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറാനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അത് ഈ ഒരു ഇതിലേക്കൂടെ വന്നിട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. സൈഡിൽ കൂടെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അങ്ങ് ആക്സിലേറ്റർ കൊടുത്തങ്ങ് കയറാതെ അങ്ങ് കയറി. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ എന്തായിട്ട് സ്പീഡ് കുറയുന്നില്ലേ. ഇത് അധികം ദൂരമൊന്നുമില്ല. വീട് ഇതാണെങ്കിൽ കാണിച്ചു. അങ്ങനെ കണ്ടില്ലേ, അവിടെ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇവിടത്തൊക്കെ നല്ല സ്പീഡായിരുന്നു കേട്ടോ. എന്തായിട്ട് എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഇത് സ്കൂട്ടി പോയ പാടാട്ടോ. ടയറ് ഇങ്ങനെ വന്ന് ഇവിടെയാണ് വണ്ടി. ഇവിടെ വീണു, ഞാനിവിടെ വീണു. ഹെൽമെറ്റ് അവിടെ കിടന്നു. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എൻ്റെ തലയ്ക്കൊന്നും പറ്റിയില്ല. ഇത് കണ്ടില്ലേ, എനിക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയാണ് ഞാൻ വീണ് കിടന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരഞ്ഞിങ്ങനെ പൊട്ടി ഇങ്ങനെ ഇവിടെ കണ്ടില്ലേ. ഈ ഒരഞ്ഞെടുത്ത് മാത്രമേ എനിക്ക് വേദനയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ കൈൻ്റെ കെട്ട് കാണുമ്പോൾ പേടിക്കണ്ട. അത് രണ്ട് സ്റ്റിച്ചേ ഉള്ളൂ. അതവർ ഭയങ്കര ഇതായിട്ട് കെട്ടിയതാണ്. വേദന ഉണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ ആക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കര വേദന. പക്ഷെ ഇങ്ങനെ മുറിവ് ഇപ്പോൾ 2 ദിവസമായില്ലേ, 2 ദിവസമായിട്ടോ. അപ്പോൾ അതിങ്ങനെ ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇങ്ങനെ വലിഞ്ഞിട്ടൊരു വേദന എടുക്കില്ലേ, ആ വേദനയാണ്. ഇതിന് ഈ പരിചയമുള്ളവരൊക്കെ പറയണേ, ഇത് എത്ര ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വേദന പോകുമെന്ന് പറഞ്ഞു തരണേ. എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസൊക്കെ ആയില്ലേ, അപ്പോൾ പിന്നെ ഡാൻസ് കളിക്കണ്ടേ. അപ്പോൾ കൈക്ക് ആവശ്യമുണ്ട്, പറയണേ. അപ്പം ഇതെല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി, നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ മറിയാനുള്ള കാരണം ഓവർ സ്പീഡിൽ ഇവിടുന്ന് അങ്ങ് ആ ചരലിൽ കൂടെ അങ്ങ് കയറാത്തതുകൊണ്ട് ഓവർ ആക്സിലേറ്റർ അങ്ങ് കൊടുത്ത് സ്പീഡാക്കിയിട്ട് സ്പീഡ് കുറയുന്നേ ഇല്ലായിരുന്നേ. അപ്പോൾ എന്താക്കി, സ്പീഡ് കുറയാത്തപ്പോൾ ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യം വീണു, ഞാൻ തലയും കുത്തി കേട്ടോ ആദ്യം വീണു. ഞാൻ സ്കൂട്ടീൻ്റെ പൊക്കത്തേക്ക് സ്കൂട്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടാണ് സ്കൂട്ടി മറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയായിരിക്കും. എന്തായാലും ഇവിടുന്ന് അങ്ങ് പോയി കുറച്ചെത്തിയപ്പോഴേ ബ്രേക്ക് പിടിച്ച് കിട്ടാതപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. അപ്പോൾ അതിൻ്റെ വീഴുന്നതിൻ്റെ തൊട്ടപ്പുറം ഒരു വെളുത്തൊരു കാറ് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ പൊക്കത്തേക്ക് കയറണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ തന്നെ പോയത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ.